Assalamualaikum warahmatullahi wabarakatuh, everyone. Walaikum salam. How are you all? Camera on, Aiko. Alhamdulillah. Alhamdulillah. So, I'll introduce myself. Are you ready? Are you okay in English class? Yes. Yes. English മലയാളം മിക്സ് ചെയ്തിട്ട് ടീച്ചർ സംസാരിക്കാം കേട്ടോ. Okay. So, inshallah, my name is Dr. Fatima Ghalib. Teacher dentist ആണ്. അതിന്റെ കൂടെ ടീച്ചർ ഖുറാൻ ക്ലാസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ സൺഡേസിൽ ടീച്ചർ കുറച്ച് ഫ്രീ ആകുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യാനാണ് വിചാരിച്ചത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഫസ്റ്റ് ക്ലാസ് ഓൾറെഡി കംപ്ലീറ്റ് ആയതാണ്. വി ഓൾറെഡി കംപ്ലീറ്റഡ് ദ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ്. ബട്ട് സിൻസ് ടീച്ചർ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് അതിന്റെ ക്ലാസ്സിന്റെ റെക്കോർഡിങ് ഗ്രൂപ്പിൽ വീണ്ടും പോസ്റ്റ് ആക്കി തരാം. കുറച്ച് ഇൻട്രൊഡക്ഷൻ ആയിട്ട് ടീച്ചർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, ഐ ഹാഡ് സം ഇൻട്രൊഡക്ഷൻ. ഐ ഹാഡ് സ്പോക്കൺ അബൌട്ട് ഇസ്ലാമിക് പില്ലേഴ്സ് ഓഫ് ഫെയ്ത്ത്, പില്ലേഴ്സ് ഓഫ് ഈമാൻ, ഇതൊക്കെ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇസ്ലാം കാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നാണ് നമ്മളെ ഒഫീഷ്യൽ ആയിട്ടുള്ള ലെസൺസ് തുടങ്ങുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ എന്താ നമ്മൾ പഠിക്കുന്നത്? ഇവിടെ പഠിക്കാൻ പോകുന്നത് രണ്ട് ടോപ്പിക്സ് ആണ് മെയിൻ ആയിട്ട്. 2 ടോപ്പിക്സ്, ഹിഫ്ള് പ്ലസ് തഫ്സീർ. ഓക്കെ, ഹിഫ്ള് പ്ലസ് തഫ്സീർ. വാട്ട് ഈസ് ഹിഫ്ള്? ഡു യു നോ വാട്ട് ഈസ് ഹിഫ്ള്? ഹിഫ്ള് പറഞ്ഞാൽ എന്താണ്? കാണാതെ പഠിക്കുന്നത് അല്ലെ, മെമ്മറൈസേഷൻ. അപ്പൊ അത് ഒരുപാട് സൂറത്തൊന്നുമില്ല. നമ്മളിപ്പോ ടീച്ചർ ഒരു 5 മന്തിന്റെ കോഴ്സ് ആയിട്ടാണ് ഡിസൈൻ ആക്കിയിട്ടുള്ളത്. സൺഡേ മാത്രമല്ലേ ക്ലാസ് ഉള്ളൂ. സോ ലാസ്റ്റത്തെ 12 സൂറത്ത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന സൂറത്തായിരിക്കും അല്ലെ. അമ്മ ജൂസിലെ ലാസ്റ്റത്തെ 12 സൂറാസ് എന്ന് പറയുമ്പോൾ ഈസിയാണ്. നാസ്, ഫലക്ക്, ഇഖ്ലാസ്, മസദ്, ലഹബ്, ഇങ്ങനെ. അപ്പൊ അതെല്ലാം നമുക്കറിയാം. നമുക്ക് അതിന് മീനിങ് അറിയോ? മീനിങ് അറിയോ ആർക്കെങ്കിലും? ഇല്ല. അപ്പൊ നമുക്ക് പഠിക്കണ്ടേ? മീനിങ് പഠിക്കണ്ടേ? ആ, മീനിങ് പഠിച്ചാലല്ലേ നമുക്ക് അള്ളാഹു എന്താന്ന് നമുക്ക് പറഞ്ഞു തരുന്നതെന്ന് മനസ്സിലാവുള്ളൂ. യെസ്. ആ, നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവൂലേ? നമ്മൾ ഈ ഖുറാൻ വായിക്കുന്നുണ്ട്, പക്ഷെ വി വോണ്ട് ടു നോ വാട്ട് ഇസ് മീനിങ് അല്ലെ. ഒരു ആഗ്രഹം ഉണ്ട്, എന്താണ് അള്ളാഹു ഇതിൽ പറയുന്നത്. ഇപ്പൊ ഇംഗ്ലീഷിലും ഹിന്ദി, മലയാളം എല്ലാം നിങ്ങൾ സബ്ജക്ട്സ് ഉണ്ട്. യു ഓൾ ഹാവ് സബ്ജക്ട്. അപ്പോൾ ഏത് സബ്ജക്ട്, മാത്സ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, ഇഫ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, നിങ്ങൾക്ക് ടഫ് അല്ലേ, മനസ്സിലാവുന്നില്ല എന്ന് നിങ്ങൾ പറയൂല ഉമ്മാനോട്, ഉമ്മാനക്ക് മനസ്സിലാവുന്നില്ല അല്ലേ. അപ്പോ മാത്സ് ആയിക്കോട്ടെ, മാത്സിൽ ഇപ്പൊ ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ ടീച്ചർ പറയുന്ന മനസ്സിലാവുന്നില്ലെങ്കിൽ ടഫാണ്. യെസ്. സോ നമ്മളത് ഒന്ന് ട്യൂഷനെല്ലാം എടുത്ത് ചിലപ്പോൾ ഒന്നും കൂടി നല്ലോണം റിവിഷൻ ചെയ്താൽ വിൽ ഗെറ്റ് അല്ലെ. നമ്മൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. വായിക്കുമ്പോൾ ഇംഗ്ലീഷ് എല്ലാവർക്കും വായിക്കാൻ അറിയില്ലേ? എവരി വൺ നോസ് ടു റീഡ് ഇംഗ്ലീഷ്, റൈറ്റ്? ബേസിക്സ് കുറച്ച് അറിയാലോ. സോ സ്റ്റോറി ബുക്സ് വായിക്കലുണ്ടാ? യു റീഡ്? ഓക്കെ, ആർക്കെല്ലാം ഇവിടെ റീഡിങ് ചെയ്യാൻ ഇഷ്ടം? എനിക്ക് റീഡിങ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ആരെല്ലാം ഫോൺ നോക്കാൻ ഇഷ്ടം? എല്ലാവർക്കും ഇഷ്ടല്ലേ ഫോൺ നോക്കാന്? ഐ നോ എവരി വൺ ലൈക്സ് ടു ലുക്ക് അറ്റ് ഫോൺ. അപ്പൊ നമ്മൾ ഫോൺ നോക്കിയിട്ട് കുറെ നല്ല കാര്യങ്ങൾ കാണുന്നുണ്ടാ? ആർ യു ലുക്കിംഗ്? ഖുറാൻ ക്ലാസ് നോക്കുന്നുണ്ടാ, അല്ലെങ്കിൽ വെറുതെ വീഡിയോസ് ഇങ്ങനെ നോക്കുന്ന? എവരി വൺ ക്യാൻ ഓൺ യുവർ മൈക്ക്. മൈക്ക് ഓണാക്ക, അതേപോലെ ക്യാമറ ഓണാക്ക കേട്ടോ. അപ്പൊ നമ്മുടെ ഫോൺ നമ്മൾ നല്ല യൂസിന് നമുക്ക് പ്രശ്നമില്ല അല്ലെ. ഖുറാൻ ക്ലാസ് ആയിക്കോട്ടെ, പിന്നെ ഖുറാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ ഫോൺ കേൾക്കും അല്ലെ. യൂട്യൂബില് നമ്മൾ സൂറത്തിന്റെ പേരെല്ലാം വെച്ചിട്ട് ടൈപ്പ് ചെയ്തിട്ട് കേൾക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ബാഡ് തിങ്സും ഉണ്ട് ഫോണില്, അത് നമ്മൾ നോക്കണ്ട അല്ലെ. നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ വീട്ടില് അല്ലെ, വീട്ടിൽ നമ്മള് യൂസ് ഉള്ള സാധനങ്ങൾ ഒരുപാടുണ്ട്. നമ്മളിപ്പോ ഒരു കത്തി ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ കൊണ്ട് മുറിക്കും അല്ലെ, വെജിറ്റബിൾസ്, ഫിഷ് മുറിക്കും. അതിന് ബാഡ് യൂസും ഇല്ലേ? അപ്പോ അതേപോലെ തന്നെ എല്ലാ കാര്യത്തിനും നമുക്ക് ഗുഡും ബാഡും ഉണ്ട് അല്ലെ. അപ്പൊ ഫോണ് നമുക്ക് ഗുഡ് യൂസിന് ഉപയോഗിക്കാൻ പറ്റും, ബാഡ് യൂസിനും ഉണ്ട്. ബാഡ് യൂസിന് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലെ, നമുക്കറിയില്ല ആരാ ഉള്ളതെന്ന്. മനസ്സിൽ ഇങ്ങനെ ബാഡ് തിങ്സ് എല്ലാം ചിന്തിക്കുന്നത്. സോ ടെൽ മീ, നമ്മള് എന്താ ചിന്തിക്കണ്ടേ? നമുക്ക് ഇങ്ങനെ ഒരു ബാഡ് തോട്ട് നമ്മളെ മനസ്സിൽ വന്നു. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ടീച്ചറിന്റെ മലയാളം മനസ്സിലാവുന്നുണ്ടോ?
Can you understand what I'm saying? Yes. Yes. Okay, why others are not owning the camera? ഓണാവില്ല. എന്നാലും ടീച്ചർ ക്യാമറ ഓഫ് ആക്കിയിട്ട് സംസാരിക്കുമ്പോ എന്തോ പോലെ അല്ലേ? അപ്പൊ നമുക്ക് കാണണ്ടേ നിങ്ങളെ ക്ലാസ്സിൽ എങ്ങനെയാണ് ഇരിക്കുന്നത് ടീച്ചറിന്റെ മുമ്പില്? സ്കൂളില് മുഖം പൊത്തിയിട്ടായിരിക്കുന്നേ? ആർ യു കവറിങ് യുവർ ഫേസ്? എല്ലാരോ? അപ്പൊ ആ ഒരു ഫീലിംഗ് ടീച്ചറിനും കാണണ്ടേ, ഞാൻ ഇതിലെ മക്കളെ പഠിപ്പിക്കുന്നേന്ന് അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ടീച്ചർ പറഞ്ഞത്. ഓക്കെ. സോ ടെൽ മീ, നിങ്ങള് ഈ ഫോൺ നമ്മൾ എന്തെങ്കിലും നമുക്ക് വേണ്ടാത്ത ചിന്തകൾ, നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് വരുമ്പോ ഫസ്റ്റ് നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കണം, അല്ലെ? അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല, അല്ലെ? അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേഗം അത് മാറ്റിയാൽ മതി, അത്രേ ഉള്ളൂ. ഒറ്റൊരു കാര്യം ചിന്തിച്ചാൽ മതി, അള്ളാഹ്ക്ക് ഇഷ്ടമാണോ ഇല്ലയോ. അള്ളാഹു നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഹി ഹാഡ് ഓൾറെഡി ഗിവൺ us ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്, സ്റ്റേ അവേ ഫ്രം ബാഡ് തിങ്സ്, അല്ലെ? സോ വാട്ട് എവർ യു സീ സംതിങ് ലൈക്ക് ബാഡ്, സ്വൈപ്പ് ചെയ്തിട്ട് മാറ്റിക്കളയാം. ഓക്കെ. ടൈം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ദ ടൈം വി ഗെറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്, അല്ലെ? നമുക്ക് സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രഷ്യസ് ആണ്. സോ അതും ഇതും ചെയ്തിട്ട് വേസ്റ്റ് ആക്കണ്ട. ഓക്കെ. അപ്പൊ ട്രൈ ടു ലേൺ ഗുഡ് തിങ്സ്. നല്ല ബുക്സ് വായിക്കുക. സ്റ്റോറി ബുക്ക് വായിക്കണ്ടെന്ന് ടീച്ചർ പറഞ്ഞില്ലേ? ഓക്കെ, യു ക്യാൻ റീഡ്. വായിക്കുമ്പോ നല്ല അടിപൊളിയായിട്ട് നിങ്ങളെ കമ്മ്യൂണിക്കേഷൻ, നിങ്ങളെ ലാംഗ്വേജ് പ്രോപ്പർ ആവും. യു സ്റ്റാർട്ട് റീഡിങ് ഇംഗ്ലീഷ് ബുക്സ്, മലയാളം ബുക്സ്, എന്തായിക്കോട്ടെ, യുവർ കമ്മ്യൂണിക്കേഷൻ ഇതും ബെറ്റർ ആവും. നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാനും അതേപോലെ നോളേജ് കിട്ടും. അതാണ് മെയിൻ തിങ്. നമ്മൾ റീഡ് ചെയ്യുമ്പോൾ അവർ നോളേജ് ഇൻക്രീസസ്. അള്ളാഹു സുബ്ഹാനഹു തആലക്ക് നമ്മൾ പറയുന്ന ഒരു ദുആ ഉണ്ട്, അള്ളാഹുവിനോട് ചോദിക്കുന്നത്, റബ്ബി സിദ്നി ഇൽമ, ഓ അള്ളാഹ് ഇൻക്രീസ് us in our knowledge എന്നാണ്. ഓക്കെ, അള്ളാഹുവെ എന്റെ നോളേജ് എന്താണ്, നമ്മൾ പഠിക്കുന്ന കാര്യം. ഓക്കെ, അതിൽ ഇൻക്രീസ് ചെയ്യാനുള്ള ദുആനത്. സോ എവറി ഡേ യു ക്യാൻ ഇൻക്ലൂഡ് ദിസ് ദുആ ഇൻ യുവർ ലൈഫ്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ റബ്ബി പറഞ്ഞ എല്ലാരും റബ്ബി കേട്ടിട്ടുണ്ടോ? സിദ്നി ഇൽമ. ജസ്റ്റ് ഒരു സെന്റൻസ് ആണ്, 3 വേർഡ്സേ ഉള്ളൂ. ഡെയിലി യു ക്യാൻ ഇൻക്ലൂഡ് ഇൻ യുവർ ലൈഫ്. ഓക്കെ. സോ ഇൻഷാല്ലാ ടീച്ചർ പറ്റുമെങ്കിൽ ദുആസ് ഗ്രൂപ്പിലേക്ക് അയച്ചുതരാം, അത് നിങ്ങൾ പഠിച്ചോ. ഓക്കെ, സ്മോൾ ദുആസ്. ഓക്കെ. സോ നമ്മുടെ മെയിൻ ടോപ്പിക് രണ്ടെണ്ണമാണ്. ടീച്ചർ എന്താ പറഞ്ഞത്? ഫസ്റ്റ് വൺ, നമ്മൾ റീഡിങ് ഓഫ് ദ ഖുറാൻ പ്രോപ്പർ ആക്കണം. സെക്കൻഡ് തിങ്, നമ്മൾ ഖുറാന്റെ മീനിങ്സ് പഠിക്കും. ഓക്കെ. സോ 1.5 hours ആണ് ക്ലാസ് ഉണ്ടാവുള്ളൂ. ആദ്യത്തെ 45 minutes വിൽ ബി ലേണിംഗ് റീഡിങ്, എങ്ങനെയാണ് അക്ഷരങ്ങൾ വായിക്കേണ്ടതും അതെല്ലാം. പിന്നെ രണ്ടാമത്തെ 45 minutes, അതായത് സെക്കൻഡ് പാർട്ടിലാണ് ഖുറാന്റെ മീനിങ്സ് വരുന്നത്. ഓക്കെ, നമ്മൾ സൂറത്തുൽ ഫാത്തിഹ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. സൂറത്തുൽ ഫാത്തിഹ എല്ലാവർക്കും അറിയില്ലേ? ഭയങ്കര ഇമ്പോർട്ടന്റ് അല്ലേ? യെസ്. നമസ്കാരം ശരിയാവും, സൂറത്തുൽ ഫാത്തിഹ ഇല്ലെങ്കിൽ നമസ്കാരം ശരിയാവൂല, അല്ലേ? ഇറ്റ് വോണ്ട് ബി പ്രോപ്പർ. സോ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് മീനിങ്സ് ഓഫ് ഫാത്തിഹ. പിന്നെ അത് ക്ലിയർ ആയിട്ട് ഓരോന്നും പഠിക്കണം. എല്ലാവർക്കും ഫാത്തിഹ അറിയോ? ഡു യു നോ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹ? എവരിവൺ നോസ്? യെസ്. ഓക്കെ. സോ ഇൻ ഓർഡർ ഫോർ ദ പ്രെയർ, നമ്മളെ പ്രെയർ വാലിഡ് ആവാന് നമുക്ക് ഫാത്തിഹ നിർബന്ധമാണ്. ഓക്കെ. ടീച്ചർ ഇവിടുന്ന് നിങ്ങൾ നോട്ട്സും കാര്യങ്ങളും എഴുതേണ്ട ആവശ്യമില്ല. ടീച്ചർ കുറച്ച് നോട്ട്സ് നിങ്ങൾക്ക് അയച്ചുതരും. ഇഫ് യു വാണ്ട് യു ക്യാൻ റൈറ്റ്, നിർബന്ധമില്ല. ഓക്കെ. പക്ഷെ എക്സാംസ് ആർക്കെങ്കിലും തരണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ക്വിക്ക് എക്സാംസ് വേണമെന്നുണ്ടെങ്കിൽ, ഒരു റിവിഷന് പോലെ ടീച്ചർ വീക്കിലി ഒരു സ്മോൾ ക്വിസ് കിട്ടും. ഓക്കെ. ആ ക്വിസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഈ ക്ലാസ് കറക്റ്റ് ആയിട്ട് കേൾക്കണം, എന്നാലേ മനസ്സിലാവും. വെറുതെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് കാര്യമില്ല. ഒരു ഓപ്ഷനാണ്, ഓപ്ഷൻ ആയിട്ട് നിങ്ങൾ ആൻസർ ചെയ്തില്ലാന്ന്. സോ ഐ വിൽ ബി സെൻഡിങ് എ സ്മോൾ ക്വിസ് എവറി വീക്ക്. ഈ ക്ലാസ്, അതായത് സൺഡേത്തെ ക്ലാസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സൺഡേക്ക് മുന്നായിട്ട് ഒരു സ്മോൾ ക്വിസ് ഉണ്ടാവും, അത് നിങ്ങൾ അറ്റൻഡ് ചെയ്യാം. ഓക്കെ മക്കളെ? ഇൻഷാല്ലാ. സോ ബിഫോർ യു സ്റ്റാർട്ട് ദ ക്ലാസ്, നമുക്ക് ജസ്റ്റ് ഞാൻ പരിചയപ്പെടാനില്ല. ഇപ്പൊ നെക്സ്റ്റ് വീക്ക് കുറെ ഫ്രീ ക്ലാസ് ആയതുകൊണ്ട് ഒരുപാട് പേര് ചിലപ്പോൾ വീണ്ടും ജോയിൻ ചെയ്യും. ഓക്കെ. സോ ജസ്റ്റ് ഒന്ന്, ക്യാൻ യു ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്? My name is Ishan. Walaikum Assalam, Ishan. Which class are you learning? 4B.
Both B. Okay. What about your brother? I am also in his class. Your twins? Yes. Yeah, mashallah. So how is the twins' life? Sometimes fight. Eh? Good. Yes. ട്വിൻസിന് ഭയങ്കര കണക്ഷൻ എന്ന് പറഞ്ഞേക്കാം ശരിയാ? ട്വിൻസിന്റെ ഉമ്മയും ട്വിൻസ് ആണേ മാം. ട്വിൻസിന്റെ ഉമ്മയും ട്വിൻസാ, ഓ ഞാനും അതെയാ? ട്വിൻസാ, ഞങ്ങളെ മാഷാ പേരൻസാ. ഓ ബാറക്കല്ലാ മാഷാ. ഓക്കെ, എന്തായാലും വെരി നൈസ് ടു ഹിയർ. പിന്നെ യു ഹാവ് ടു പീപ്പിൾ, പിന്നെ സിസ്റ്റർ ഉണ്ടാ? അസ്സലാമലൈക്കും. വലൈക്കും സ്ലാം. മോളെ പേരെന്താ? ഇസ. ഇഷ. ഇസ. ഓക്കെ ഓക്കെ. ആ മോള് ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ടാ? കേൾക്കുന്നുണ്ടാ? യെസ്, ക്ലാസ് കേട്ടോ? ഓക്കെ, ക്ലാസ് കേൾക്കും. ആ ടീച്ചർ ഇപ്പൊ ഇവിടെ കേൾക്കുന്നുണ്ട് മിസ്സേ, 6 വയസ്സേ ഉള്ളേ. ടീച്ചർ ഇപ്പൊ ഇവിടെ കുറേ ലെറ്റേഴ്സ് ആദ്യം മുതലേ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വായിച്ചു വിടേ ചെയ്യുള്ളൂ. അതായത് കുട്ടികളോട് കുറച്ച് ചോദിക്കും, ബട്ട് അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് 9 ഇയേഴ്സ് മുതലാണ് ഈ കോഴ്സ് തുടങ്ങുന്നത് കേട്ടോ. കുട്ടികൾക്ക് നോക്കി ഓതാൻ അറിയുന്നതാണ് പ്രിഫർ ചെയ്യുന്നത്, ബട്ട് മറ്റേ ചെറിയ കുട്ടികൾക്ക് ഇരിക്കാം, പ്രശ്നമില്ല, ക്ലാസ് കേൾക്കുന്നതിന് കുഴപ്പമില്ല. ഓക്കെ, സോ അത് ഫസ്റ്റ് ഒരു കോഴ്സിന് ചേരുന്നതിന് മുമ്പ് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് നോക്കി ഓതുന്ന കുട്ടികളെ നിന്ന് എടുക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഖുർആൻ കുറച്ച് നോക്കി ഓതാൻ അറിയോ? യെസ്, കുറച്ചറിയാം അല്ലെ? ഭയങ്കര എക്സ്പേർട്ട് ഇല്ല, ബട്ട് അറ്റ്ലീസ്റ്റ് ബേസിക്സ്. ഓക്കെ, റിസു വഹാബ്. റിസു വഹാബിൽ ആരല്ലേ മോന്റെ പേര്? മുഹമ്മദുൽ റിഷാൻ. ഓക്കെ ഓക്കെ. മോൻ എത്രയല്ലേ പഠിക്കുന്നത്? 6th സ്റ്റാൻഡേർഡ്. ഓക്കെ ഓക്കെ, ശരി. വാട്ട് അബൌട്ട് ഫൗസിയ ML എന്നതിന്റെ പേര്? എന്താ പേര് മോളെ? ആസിയ. ആസിയ. മോൾ എത്രയല്ലേ പഠിക്കുന്നേ? 2. 2. ഓക്കെ. അറബിക് അക്ഷരങ്ങൾ അറിയോ? ഡിനോ ലെറ്റേഴ്സ് അറിയോ? ലെറ്റേഴ്സ് ടീച്ചർ പഠിപ്പിക്കും. ഓക്കെ ഓക്കെ, ബട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാൻ കഴിയില്ല, കുറച്ച് സ്പീഡിലായിരിക്കും ക്ലാസ് പോവാം. ഓക്കെ, പിന്നെ ആരാ പരിചയപ്പെടേണ്ടത്? ഖദീജ എന്ന് എഴുതിയത് ആരാണ്? ഖദീജ ഗ്രേസ് കാഫിഡിന്റെ മോളെ പേരെന്താ? ഖദീജ എന്നല്ലേ അല്ലേ? മോൾ എത്രയല്ലേ പഠിക്കുന്നേ? 3. 3rd സ്റ്റാൻഡേർഡ്. ഓക്കെ. ഡു യു നോ അറബിക് ലെറ്റേഴ്സ്? Yes. ഓക്കെ. അസ്മ. അസ്മയിൽ ആരല്ലേ? യുവർ നെയിം? I am Faiha. ഫൈസ. ഫൈസ. ഓക്കെ. Faiha. ഹൈസയാണോ ഫൈസയാണോ? F ആണോ H ആണോ? ഫൈസ. ഓക്കെ ഓക്കെ. പിന്നെ മുന്നേ ആമിന എന്ന് പറഞ്ഞിട്ടുള്ളത് ഉണ്ടായിരുന്നു അല്ലേ? ലാസ്റ്റ് ക്ലാസ് ചെയ്തായിരുന്നോ? മോളത് നസീം അല്ലേ? ഷാഫാത്തിന്റെ ആരല്ലേ? ഓക്കെ, ഷീ ലെഫ്റ്റ്. സോ ഇൻഷാല്ലാ നമുക്ക് ലെറ്റേഴ്സിന്റെ ക്ലാസ് തുടങ്ങാം. സോ നമ്മൾ എന്തിനാ ലെറ്റേഴ്സ് പഠിക്കുന്നത്? റീഡ് ചെയ്യാൻ വേണ്ടിട്ട് അല്ലെ? പ്രോപ്പർ ആയിട്ട് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇൻഷാല്ലാ ഇന്ന് നമ്മൾ ലെറ്റേഴ്സ് കംപ്ലീറ്റ് ആക്കുന്ന രീതിയിൽ നോക്കും. ഓക്കെ, ഇഫ് യു ക്യാൻ കംപ്ലീറ്റ് ദ ലെറ്റേഴ്സ്. ഓക്കെ, യു നോ ഹൗ മെനി ലെറ്റേഴ്സ് ആർ ദേർ ഖുറാനില്? അറബിക്കിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 28. 28. Some people say it is 29. അത് രണ്ടും കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, 28, 29 രണ്ടും both are correct.
Hamza is a letter. 28. ഹംസക്കും അലിഫിനും സെയിം സൗണ്ട് ആയതുകൊണ്ട് 28, 29 എന്നുള്ള ഒരു ചെറിയൊരു ചേഞ്ച് ഉള്ളത് ഇത്രയേ ഉള്ളൂ. ഓക്കെ, സോ ടെൽ മീ ബിഫോർ വി സ്റ്റാർട്ട് വി ആർ ഗോയിങ് ടു ലേൺ ദിസ് ബുക്ക്. കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഓക്കെ, ഇവിടെ ഈ ബുക്കിന്റെ പേരാണ് ഖായിദ നൂറാനിയ. ഓക്കെ, ഖായിദ നൂറിയ. സ്മോൾ അതേപോലെ അഡൽട്സും പഠിക്കുന്ന ബുക്കാണിത്. ഓക്കെ, അപ്പൊ ബേസിക് നമുക്ക് ഖുറാൻ നോക്കാൻ ഓതാൻ അറിയണമെങ്കിൽ ഈ ബേസിക്സ് ആണ് പഠിക്കേണ്ടത്. ലെറ്റേഴ്സ് എല്ലാം പഠിച്ചിട്ടുണ്ടാവും അല്ലെ? യു മൈറ്റ് ഹാവ് ലേൺ ഇൻ മദ്രസ. സോ ഇവിടെ ലിസൺ പ്രോപ്പർലി. നൗ ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട് ദി ക്ലാസ്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളെ മൈക്ക് ഓഫ് ആക്കണേ. ഓക്കെ, ഇൻഷാല്ലാ. ഇവിടെ ലെറ്റ് സി, നമ്മൾ എന്ത് കാര്യത്തിലും ബിസ്മില്ല പറയുന്നുണ്ട് അല്ലെ? നമ്മുടെ ലൈഫിൽ നമ്മളെല്ലാ ഡെയിലി നമ്മുടെ ലൈഫിൽ ബിസ്മില്ല പറയണം എല്ലാ കാര്യത്തിലും. വാട്ട് എവർ ഇറ്റ് ഇസ്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്, ഷൂ ഇടുന്നതിന് മുമ്പ്, നമ്മൾ എക്സാം എഴുതുന്നതിന് മുമ്പ്, വാട്ട് എവർ ഇറ്റ് ഇസ്, നമ്മളിപ്പോ ഒരു സ്റ്റേജിലൊരു പ്രോഗ്രാം, ഫോർ എക്സാമ്പിൾ സ്പീച്ച് അല്ലെങ്കിൽ ഖുറാൻ റെസിറ്റേഷൻ കോമ്പറ്റീഷൻ, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുവിന്റെ നാമത്തിലാണ് തുടങ്ങുന്നത്. ഓക്കെ, നമ്മളെല്ലാ കാര്യങ്ങളും മറന്നിട്ട് അള്ളാഹുവിനെ മാത്രം ഫോക്കസ് ചെയ്യണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദാറ്റ്? വാട്ട് ഇസ് ദ മീനിങ്? എന്താ അതിന്റെ മീനിങ് അറിയോ? ഞാൻ അള്ളാഹുവിന്റെ നാമത്തിലേക്ക് അല്ല, അത് ഓക്കെ, പക്ഷെ ശരിക്കും ബിസ്മില്ലാന്റെ മീനിങ് എന്താണ്? വാട്ട് ഇസ് ബിസ്മില്ലാന്റെ മീനിങ്? അള്ളാഹുവിന്റെ നാമത്തിൽ തുടങ്ങുന്നു. ഇൻ ദ നെയിം ഓഫ് അള്ളാഹ്, മോസ്റ്റ് ഗ്രേഷ്യസ്, മോസ്റ്റ് മേഴ്സിഫുൾ അല്ലെ? കാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, തുടങ്ങുന്നു എന്നുള്ളൊരു മീനിങ് വരൂല. ഇൻ ദ നെയിം ഓഫ് അള്ളാഹ്, മോസ്റ്റ് ഗ്രേഷ്യസ്, മോസ്റ്റ് മേഴ്സിഫുൾ, അള്ളാഹുവിന്റെ നാമത്തിൽ, അതായത് കാരുണ്യവാനും കരുണാനിധിയും. എന്താണ് കാരുണ്യവാനും എന്ത് ഉദ്ദേശിക്കുന്നത്? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് കാരുണ്യവാൻ? റഹ്മാൻ, റഹീം. കാരുണ്യമുള്ളവൻ. കാരുണ്യമുള്ളവൻ എന്താണ് അതിന്റെ അർത്ഥം എന്നാ അത് പറ. എന്തുകൊണ്ടാണ് നമുക്ക് കാരുണ്യവാനാണ് അള്ളാഹു എന്ന് പറയുന്നത്? അള്ളാഹുവിനെ കുറിച്ചിട്ട് നമുക്ക് അറിയണം. അള്ളാഹുവിന് എത്ര നാമങ്ങളുണ്ട്? ഹൗ മെനി നെയിംസ് ഹി ഹാസ്? 99. 99. നമുക്ക് അറിയപ്പെടുന്നത് 99 നാമങ്ങളാണ്. ബട്ട് ആക്ച്വലി ശരിക്കും നമുക്ക് പോലും അറിയാത്ത നാമങ്ങൾ അള്ളാഹുവിനുണ്ട് എന്നാണ് സ്കോളേഴ്സ്, അതായത് പണ്ഡിതന്മാർ പറയുന്നത്. അതായത് 99 നെയിംസ് ഉണ്ട്, യെസ്, ട്രൂ ആണ്. ബട്ട് there are some names in which even we don't know. നമുക്കും പോലും വെളിപ്പെടുത്താത്ത പേരുകൾ അള്ളാഹുവിനുണ്ട്. ഓക്കെ, സോ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്, അള്ളാഹുവിന്റെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇഷാൻ, ഇഹാൻ. ഓക്കെ, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഗുഡ്, ബ്രേവ്, ബോൾഡ് അല്ലെ? ഇതെല്ലാം സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആണ്. അതേപോലെ അല്ലെ ഒരു കുട്ടിക്ക് നമ്മൾ പറഞ്ഞ് അവള് നല്ലോണം പഠിക്കും, അപ്പൊ എന്താ പറയുന്നത്? ഷീ ഈസ് വെരി സ്റ്റുഡിയസ് എന്നാ പറയാ, നല്ല പഠിക്കുന്നുണ്ടെന്ന്. ഇന്റലിജന്റ്, ഓ നല്ല ബുദ്ധിയുള്ള കുട്ടിയാന്ന്, ഇന്റലിജന്റ്. അതേപോലെ ബ്യൂട്ടിഫുൾ ആണ് അല്ലെ? അപ്പൊ അതേപോലെ തന്നെ ഭയങ്കരം കൈൻഡ് ആണ്, ജെന്റിലാണ് അല്ലെ? നല്ല മോളാന്ന് തന്നെ പറയൂലേ? അതേപോലെ തന്നെ അള്ളാഹുവിന് സെയിം ക്വാളിറ്റീസ് ഉണ്ട്, സെയിം ടൈപ്പ് ഉണ്ട്. ഓക്കെ, സെയിം ക്വാളിറ്റീസ്, അള്ളാഹുവിന്റെ സിഫത്ത് എന്നാണ് അതിന് പറയാം അറബിയിൽ, ക്യാരക്ടറിസ്റ്റിക്സ്. സോ അതില് അള്ളാഹുവിന്റെ നാമത്തില് റഹ്മാൻ, അർ റഹീം, മലിക്കുൽ ഖുദ്ദൂസ്, അസ്സലാം, മുഅ്മിൻ, അൽ മുഹൈമിൻ, ഇങ്ങനെ ഒരുപാട് നെയിംസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതില് നമ്മൾ അള്ളാഹു നെയിംസ് ഇപ്പൊ പഠിക്കുന്നില്ല. ബട്ട് 2 നെയിംസ് ആർ റഹ്മാൻ, അർ റഹീം. ഓക്കെ, ഒരു ഹദീസ് ഉണ്ട്, whoever learns the 99 names of Allah, അള്ളാഹു അവരെ സ്വർഗത്തിൽ കടത്തും. 99 നാമങ്ങൾ ബൈഹാർട്ട് പഠിച്ചിട്ട് അത് അനുസരിച്ച് ജീവിക്കണം. വെറുതെ ബൈഹാർട്ട് പഠിച്ചാ പോരാ. അതിപ്പോ ആർക്കായാലും ബൈഹാർട്ട് പഠിച്ചൂടെ? അള്ളാഹു റഹ്മാൻ റഹീം മാലികുൽ ഖുദ്ദൂസ് സലാമുൽ മുഅ്മിൻ, ഇങ്ങനെ സ്പീഡിൽ പറയാം. പക്ഷെ നമ്മൾ അതനുസരിച്ചിട്ട് ജീവിക്കണം. നമ്മൾ പറയുന്ന അള്ളാഹു അർ റഹ്മാൻ ആണ്, കാരുണ്യവാനാണ്. അപ്പൊ നമ്മൾ അള്ളാഹോട് ചോദിക്കുന്നത്, ഓ അള്ളാഹ്, നമുക്കൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വരുന്നു അല്ലെ? നമ്മുടെ ലൈഫിൽ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വരുമ്പോൾ നമ്മള് അള്ളാഹുവേ നീ കാരുണ്യവാനല്ലേ, പ്ലീസ് ഹെൽപ്പ് മീ, നിന്റെ മേഴ്സി എനിക്ക് താ, എനിക്ക് നിന്റെ മേഴ്സി എന്ന് പറഞ്ഞാല് കാരുണ്യം.
ഓക്കെ. അതായത് അള്ളാന്റെ ആ ഹെൽപ്പ് ഉണ്ടെങ്കിലേ നമ്മൾ ലൈഫിൽ സക്സസ് ആവുള്ളൂ. അള്ളാഹുവിന് നമ്മളെ ഇഷ്ടം ഉണ്ടെങ്കിലല്ലേ നമുക്ക് മേഴ്സി തരുള്ളൂ. ഇഷ്ടമില്ലാണ്ട് ഇപ്പൊ നിങ്ങളെ ഉമ്മ, യുവർ മദർ ഇസ് മേഴ്സിഫുൾ അല്ലെ, നമ്മളെ പാരന്റ്സ് മേഴ്സിഫുൾ ആണ്. അള്ളാഹു അതേപോലെ തന്നെ. നമ്മളെ ഉമ്മാക്ക് നമ്മളെ ഭയങ്കര ഇഷ്ടല്ലേ? യെസ് ഓർ നോ? ആ, നിങ്ങളുടെ ഉമ്മ നിങ്ങൾക്ക് ഭക്ഷണം തരുന്നു, നിങ്ങൾ ഡ്രസ്സ് അലക്കുന്നു, നിങ്ങൾ രാവിലെ സ്കൂളിൽ പോകാൻ എണീപ്പിക്കുന്നു, നിങ്ങൾക്ക് നിങ്ങളെ കുളിപ്പിക്കുന്നു. ചെറിയ കുട്ടികളാണെങ്കിൽ നിങ്ങളെ കുളിപ്പിക്കും, നിങ്ങൾക്ക് കറക്റ്റ് ടൈം ഫുഡ് തരും, ടിഫിൻ പാക്ക് ചെയ്ത് തരും. എന്തെല്ലാം ചെയ്യുന്നു ഉമ്മ? ഉമ്മാനെ പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ലോകത്ത്? ആരുമില്ല. ആരുമില്ല. നോബഡി ക്യാൻ റീപ്ലേസ് യുവർ മോം അല്ലെ? എത്ര വലിയ നമ്മൾ പണിക്കാരത്തി ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, നിങ്ങളെ ഉമ്മാനെ പോലെ ആരും ആവൂലല്ലോ അല്ലെ? അപ്പൊ നമ്മളെ ഉമ്മാക്ക് എന്തെങ്കിലും പൈസ കിട്ടുന്നുണ്ടാ ഇത് ചെയ്തിട്ട്? ഇല്ല. 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 പാവല്ലേ നമ്മളെ ഉമ്മമാറ് അല്ലെ? അവരെല്ലാം കഷ്ടപ്പെട്ട് ചെയ്തിട്ട് അല്ലെ, നമ്മളെ സാലറിയും ഇല്ല, ഒന്നുമില്ല, എന്നിട്ട് രാവിലെ തന്നെ എണീക്കണം. ഉമ്മാർക്ക് ക്ഷീണല്ലേ, ടൈമില്ല, പഠിപ്പിക്കണോ നിങ്ങളെ, എന്തെല്ലാം ചെയ്യണോ അല്ലേ? സോ റിമെമ്പർ, അള്ളാഹ് ഭയങ്കര മേഴ്സിഫുൾ ആണ്. അതിന്റെ ഒരു പോയിന്റ് മേഴ്സിയാണ് അള്ളാഹ് നമുക്ക് ഇറക്കി തന്നെ ഈ ഭൂമിയിൽ. മനസ്സിലായ? അപ്പൊ ആ മേഴ്സിയാണ് നമ്മൾ കാണുന്നത് ആനിമൽസില്, പിന്നെ മനുഷ്യന്മാരില്, ഉമ്മമാർക്ക്. അത് ജസ്റ്റ് 1% ഉള്ളൂ. 100% മേഴ്സി ഉണ്ടെങ്കിൽ ഓൺലി 1% അള്ളാഹു ഈ ഭൂമിയിൽ ഇറക്കിയത്. അതാ നമ്മളെ ഉമ്മമാർക്കുള്ളത്. പിന്നെ ആനിമൽസിന്റെ ഉമ്മമാർക്ക് അവരെ കുട്ടീനോടുള്ളത് അല്ലേ? പിന്നെ മനുഷ്യന്മാരെ ഹെൽപ്പ് ചെയ്യുമ്പോൾ അതെല്ലാം മേഴ്സിയാണ്. അതാണ് മീനിങ്. മേഴ്സി എന്ന് പറഞ്ഞാല് കാരുണ്യം. ലൈക്ക് നമുക്ക് ഇഷ്ടത്തോട് നമ്മള് പോട്ട് പാവല്ലേ അങ്ങനെ ചിന്തിക്കൂലേ, അതുപോലത്തെ ഒരു മീനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അർ-റഹ്മാൻ, അതാണ് അർ-റഹ്മാന്റെ മീനിങ്. മനസ്സിലായോ? സോ ഐ ഹാവ് ടു സേ, ഒരു ഹദീസ് ഉണ്ട്. ഒരു സ്വഹാബ ഒരാള് ചോദിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ഞാൻ ഏറ്റവും കൂടുതൽ എന്താ പറയാ, ഹൂം ഷുഡ് ഐ ലവ് ദ മോസ്റ്റ്, അത് ലവ് എന്നല്ല, ഞാൻ ആർക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടെന്ന്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഫസ്റ്റ് ടൈം പറയും ഉമ്മി അല്ലെ, ഉമ്മ. സെക്കൻഡ് ടൈം വീണ്ടും ചോദിക്കും, പിന്നെ ഉമ്മ. തേർഡ് ടൈം ചോദിക്കും ഉമ്മ തന്നെ. എന്നിട്ട് ഫോർത്ത് ടൈം ചോദിക്കുമ്പോൾ വാപ്പാന്ന് പറഞ്ഞു. വാപ്പമാരെ നമ്മൾ ബഹുമാനിക്കണം, റെസ്പെക്ട് ചെയ്യണം. യെസ്, അവരാ നമുക്ക് പൈസലോ. നിങ്ങളെ ഫാമിലി നല്ല സ്റ്റേബിൾ ആയിട്ട് നിൽക്കണമെങ്കിൽ നമ്മളെ ഉപ്പമാര് വേണം അല്ലേ? യെസ് ഓർ നോ? ആ, അവര് കഷ്ടപ്പെട്ട് അവിടെ ദുബായിന്നും കുവൈറ്റിൽ നിന്നെല്ലാം നമ്മൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുത്തിയാണ് നിങ്ങളെ ഫാമിലിനെ വിട്ട് നിൽക്കുന്നത് അല്ലേ? അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എല്ലാവർക്കും, ഈ ചെറിയ കുട്ടികളാണ് നിങ്ങൾ, സോ ടീച്ചർ നിങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലാവുന്ന അറിയില്ല, എന്നാലും ടീച്ചർ പറഞ്ഞിട്ടുണ്ടേ ഇതെല്ലാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 times ആണ് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ടു മദർ. ആരാ നിങ്ങളെ പ്രസവിച്ചത്? ഉമ്മ. ഉമ്മ അല്ലേ? എങ്ങനെ കഷ്ടപ്പെട്ട് പ്രസവിച്ചത് നിങ്ങളാ ഈ കുഞ്ഞി ബേബിനാ, ഇത്ര കുഞ്ഞി ചെറുതിനാ? ടെൽ മീ. എത്ര മാസാ നിങ്ങളെ വയറ്റിൽ വെക്കുന്നേ ഉമ്മ? 9. 9 മാസം. 9 months എത്ര ദിവസമായി ഒന്ന് പറഞ്ഞെന്നാ? 38 weeks. 34, 36 വീക്സ്. ആ, ഒരു വീക്കിൽ എത്ര ദിവസം ഉണ്ട്? ഒരു വീക്ക് 7 ദിവസം. 7 into 30 ഒരു ദിവസം. ഒന്ന് കണക്കൂട്ടി നോക്കിയാ 7 into ആ 350. 350. ഏകദേശം ഒരു വർഷത്തോളം അല്ലെ, 200 days നമ്മളെ വയറ്റില്, നിങ്ങളെ ഉമ്മാന്റെ വയറ്റില് നമ്മൾ ഉണ്ടായിട്ടില്ലേ? Yes or no? ആ, ഒരു വർഷമല്ല, ഒരു വർഷം 365 days ആണ്. 9 months എന്ന് പറയുമ്പോ ഏകദേശം ഒരു 200 days അല്ലെ, അങ്ങനെ ഉണ്ടാവും. അപ്പോ ജസ്റ്റ് ഇമാജിൻ, ഓരോ ടൈം ഇങ്ങനെ 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 നിങ്ങളെ ഉമ്മാന്റെ വയറ് വലുതായിക്കൊണ്ടിരിക്കുന്ന. അപ്പൊ എന്താ സംഭവിക്കുന്നേ? ഉമ്മാക്ക് ക്ഷീണം വന്ന് അല്ലെ? ക്ഷീണം വന്നു, ഉറക്കില്ല, ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, അസിഡിറ്റി ആയി. അല്ലോ, ഒന്നും പറയണ്ട, നിങ്ങൾക്ക് വേണ്ടിട്ട് അല്ലേ? അപ്പൊ നമുക്ക് യെസ്. പിന്നെ ലാസ്റ്റ് ഫൈനലി ഭയങ്കര പെയിൻ ആയിട്ട് നിങ്ങളെ പ്രസവിച്ചു കഴിഞ്ഞിട്ടോ ആ വേദന ഓർമ്മ ഉണ്ടാവും ഉമ്മാക്ക് നിങ്ങളെ കാണുമ്പോ? ഉമ്മാക്ക് അല്ലേ, ആ ബേബീനെ ഫസ്റ്റ് നിങ്ങളെ കയ്യിൽ കിട്ടുമ്പോല്ലേ, നിങ്ങളെ ഇങ്ങനെ കണ്ടപ്പോ ഉമ്മ എല്ലാ പെയിനും മറന്ന് ആ 9 months നിങ്ങളെ വയറ്റിൽ വെച്ചിട്ട് ഇങ്ങനെ കുറെ കഷ്ടപ്പെട്ടില്ലേ, തിന്നാൻ കഴിയുന്നില്ല, കുടിക്കാൻ കഴിയുന്നില്ല, അതെല്ലാം ഛർദി ഉണ്ടായിരുന്നു.
അപ്പൊ വെൻ ഷീ സീസ് യുവർ ഫേസ്, ബേബി ഫേസ്, അപ്പൊ നിങ്ങൾ എന്ത് സൗണ്ടിലാ വന്നേ കരഞ്ഞിട്ട്? അങ്ങനല്ലേ? ഏ അല്ലേ? ക്യൂട്ട് അല്ലേ ബേബീസ്? അപ്പൊ ആ സൗണ്ട് കേൾക്കുമ്പോ നമുക്ക് സമാധാനം. അൽഹംദുലില്ലാ. അപ്പൊ ഡോക്ടർ പറയും ഗേളാന്നേ ബോയ് ആന്നേന്ന്. അപ്പൊ അള്ളാഹു നിങ്ങൾക്ക് നല്ലൊരു ബ്ലെസ്സിങ് ആണ് തന്നത് അല്ലെ. നമ്മളെ മദേഴ്സ് ആർ എ വെരി ഗ്രേറ്റ് ബ്ലെസ്സിങ് അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്മൾ അങ്ങനെല്ലാം വളർത്തിയിട്ട് നമ്മളെ കഷ്ടപ്പെട്ട് ഇങ്ങനെ പ്രസവിക്കെല്ലാം ചെയ്തല്ലേ. സോ ഓൾവേസ് റെസ്പെക്ട് യുവർ പാരന്റ്സ്. മദർ പറയുമ്പോ അനുസരിക്കാം. കാരണം ഉമ്മ മോനെ അതൊന്ന് പോയി വാങ്ങിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയാട്ടെ ഞാൻ പോകൂല അങ്ങനെ പറയുന്നുണ്ടാ? കടയിൽ പോവാൻ പറഞ്ഞാല്, ബോയ്സ് എസ്പെഷ്യലി കടയിൽ പോവാൻ പറഞ്ഞാല് മടി പിടിക്കലുണ്ടാ? ഇല്ല അല്ലേ? മാഷാല്ലാ, നല്ലത്. പിന്നെ ബോയ്സും ഗേൾസും യു ക്യാൻ ഒന്നിച്ച്, നിങ്ങളെ സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഹെൽപ്പ് യുവർ മോം. ബോയ്സ് കിച്ചണിൽ കയറുന്നതിന് പ്രശ്നമൊന്നുമില്ല കേട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലേ പുറത്ത് പോയിട്ട് ഡ്യൂട്ടി എല്ലാം ചെയ്തിട്ടും, അതായത് ഓർക്കൊരു ഡ്യൂട്ടി ഉണ്ടായിന് അല്ലെ, എല്ലാവരെയും ഇസ്ലാമിലേക്ക് വിളിക്കാൻ വേണ്ടിട്ട് കുറേ യാത്ര ചെയ്യും, ഒരുപാട് ഓരോ ആൾക്കാർക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടായിന്. പിന്നെ അതേപോലെ തന്നെ യുദ്ധത്തിനെല്ലാം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാലും ഹി യൂസ് ടു ഹെൽപ്പ് ഹിസ് വൈഫ്. മനസ്സിലായോ? ഓരോ വൈഫിനെ ഒരു ചെറിയ ചെറിയ ഹെൽപ്പ് ചെയ്യും. മനസ്സിലായ? അപ്പൊ എന്താ പറയുന്നേ, നമ്മള് ഫാമിലി പേഴ്സൺ ആവണം. യെസ്, ബോയ്സ് ആർ ഓൾസോ ടൈപ്പ് ഓഫ് ഫാമിലി വരണം. അല്ലാണ്ട് സ്കൂള് വിട്ട് വന്ന പാട് അല്ലെങ്കിൽ നിങ്ങളെ പണി കഴിഞ്ഞ പാട് വേഗം പോയി ടി വി ഓണാക്കിന ഒന്നുമില്ല, ആളെ സോഫയിൽ പോയി കിടക്കല അല്ല അല്ലെ. അപ്പൊ നമ്മള് ഉമ്മാക്ക് ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് കൊടുക്കണം അല്ലെ. ഇപ്പൊ ചിലപ്പോ നിങ്ങളെ അടുക്കള ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞാല് ടേബിളിന് മേലെ കച്ചറ ഉണ്ടാവും അല്ലെ, അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കി കൊടുക്ക ബോയ്സിന്. ചെയ്യലുണ്ടാ ഇഷാൻ? എല്ലാം ചെയ്ത് കൊടുക്കും. മാഷാ. ഞങ്ങൾ എന്ത്? പറയണ്ട അല്ലെ, പറയണ്ട. അതന്നെ. അപ്പൊ ഗേൾസ് ഓൾസോ അല്ലെ, നമ്മളെല്ലാം ഹെൽപ്പ് ചെയ്യില്ലേ ഉമ്മാനെല്ലോ അല്ലെ. അപ്പൊ മാഷാഅല്ലാഹ് ഡ്രസ്സെല്ലാം എടുത്ത് വെച്ചു കൊടുക്കാനും പിന്നെ മടക്കി വെച്ചു കൊടുക്കാനും, നിങ്ങളെ കാര്യം നല്ല വൃത്തിക്ക് ചെയ്താലില്ലേ നിങ്ങൾ ഉമ്മാക്ക് പകുതി പണിയും കുറയും. ഓക്കെ. ഒരു അഡൽട്ട് നമ്മൾ ഒരു 9-10 ഇയേഴ്സ് ആകുമ്പോഴേക്കും നിങ്ങൾ എണീറ്റിട്ട് ബെഡെല്ലാം വൃത്തിയാക്കി ബെഡിൽ പുതപ്പെല്ലാം മടക്കി വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാത്റൂമിൽ പോയി കുളിച്ച് മുടിയെല്ലാം നിങ്ങളെല്ലാം വാരി പിന്നെ ഡ്രസ്സെല്ലാം ഇട്ട് നിങ്ങൾ കൊട്ടയിൽ, അതായത് നിങ്ങളെ ലോണ്ടറിയിൽ നമ്മൾ ഇടണം. ആരാ നിലത്തയച്ചിരുന്ന ഡ്രസ്സ്? കുളിച്ചു കഴിഞ്ഞ് നിലത്തെല്ലാം അയച്ചിരുന്ന കുട്ടികളുണ്ട് ഇവിടെ ഡ്രസ്സെല്ലാം? കറക്റ്റ് ആയിട്ട് നമ്മൾ ആ ലോണ്ടറി ബാസ്ക്കറ്റിൽ നമ്മൾ അത് ഇടും. പിന്നെ നല്ല മക്കളായിട്ട് നിസ്കരിക്കുക കറക്റ്റ് സമയം. സ്കൂൾ വിട്ട് വന്നാടെ ഒരു ബ്രേക്ക് എടുത്തോ, കുറച്ച് സമയം കളിച്ചിട്ട് എല്ലാം മാറ്റി കഴിഞ്ഞിട്ട് സോക്സ് എല്ലാം കറക്റ്റ് ആയിട്ട് കൈയും കാലും എല്ലാം കഴുകിയിട്ട് നമ്മൾ അസർ നിസ്കരിക്കും. വൈകുന്നേരം ആയിരിക്കും അല്ലെ വീട്ടിലെത്തുന്നേ അല്ലെ? 4 മണി വരെ സ്കൂൾ ഉണ്ടാവൂലേ? യെസ്. ഞങ്ങൾക്ക് 3:30 വരെ ഉള്ളൂ. പക്ഷെ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് കുറച്ചൊരു ബ്രേക്ക് എടുത്തു, കുറച്ചൊന്ന് ഫ്രീ ആയി കഴിഞ്ഞിട്ട് പിന്നെ മദ്രസയും ഉണ്ടാവും അല്ലെ. സം സ്റ്റുഡൻസ് ആയ മദ്രസ. അപ്പൊ അങ്ങനെയല്ല ഇൻഷാ അല്ലാഹ്. അപ്പൊ നല്ല മക്കളായിട്ട് ഉമ്മാനെയും വാപ്പാനെയും റെസ്പെക്ട്, നല്ല എന്താ പറയാ, അങ്ങനെ നമ്മളാവണ്ടേ. മനസ്സിലായോ? നമുക്ക് തന്നെ ഒരു ഹാപ്പിനെസ് ആണ് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ. നമ്മൾ ആരെയും ബോധിപ്പിക്കാനല്ല ചെയ്യുന്നേ. മനസ്സിലായോ? അയ്യോ ഇയാൾ എന്ത് വിചാരിക്കൂ, ഓറെന്താ വിചാരിക്ക, ഞാനിപ്പോ ഇങ്ങനെ ചെയ്താൽ ആരെങ്കിലും എന്നെ പറ്റി ബാഡ് വിചാരിക്കോ? അങ്ങനല്ല. നമ്മളെ സ്വന്തം തന്നെ അവർ ഓൺ വി ഹാവ് ടു ഡു ഓൾ ദീസ് തിങ്സ്. അതാണ് ഒരു ഡിസിപ്ലിന്. മനസ്സിലായോ? സ്കൂളിലെ കാര്യങ്ങൾ ഒരു 7 മണിയാകുമ്പോൾ 7 മണി തൊട്ട് 8 മണി വരെ 1 hour നിങ്ങൾ സ്റ്റഡി ചെയ്യാൻ വെക്കാം. എല്ലാ ദിവസവും പഠിക്കലുണ്ടാ? അല്ലെങ്കിൽ എക്സാമിന് മാത്രം പഠിക്കല്? ഞങ്ങൾ 1 hour രാവിലെ 3 hour. കുറച്ച് നമ്മള് എഴുതും അല്ലെ, ഹോംവർക്സും കാര്യങ്ങളും. ഹോംവർക്ക് 1 മണിക്കൂർ, പഠിക്കുന്ന 3 മണിക്കൂർ, റെസ്റ്റ് 2 മണിക്കൂർ. 40 minutes എങ്കിലും യു ടേക്ക് ഫോർ സ്റ്റഡി. മനസ്സിലായ? ഓക്കെ. തിരക്ക് കൂട്ടണ്ട, സമാധാനത്തിൽ ഇരുന്ന് പഠിക്കാം. ഖുറാൻ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ. ഓക്കെ. സോ ടീച്ചർ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കാര്യങ്ങൾ പറയും. ഓക്കെ. ബോറടിച്ചാ? ഖദീജ ബോറടിച്ച മോളെ? ഇല്ല. എന്താ നീ പറയുന്നേ? ഇതെല്ലാം ഉമ്മ പറയുന്ന കാര്യം തന്നെയല്ലേ, ഈ ടീച്ചറിന് വേറെ പണിയൊന്നും ഇല്ലേ അങ്ങനെ വിചാരിക്കുന്നുണ്ടാ? 1 മണിക്കൂർ
ഉം പിന്നെ നിങ്ങൾ മാഷാല്ലാ ഇപ്പൊ ഉള്ള കുട്ടികളെല്ലാം ബ്ലെസ്ഡ് ആണ്. ബിക്കോസ് നമ്മളിപ്പോ അള്ളാഹുവിനെ കുറിച്ചിട്ട് സംസാരിക്കുന്ന ഒരു ഒരു ക്ലാസ്സിലാണ് ഇരിക്കുന്നത്. സോ അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളെ പാരന്റ്സിന്റെ പേര് ഏഞ്ചൽസിൽ മെൻഷൻ ചെയ്യും, മലായിക്കങ്ങൾ. മനസ്സിലായോ? മലക്കിന്റെ അടുത്ത് പറയും, ഓക്കെ ഇന്ന ആളുടെ, അതായത് റിസ്വാന, ഓക്കെ റിസ്വാനയുടെ മകൻ അവിടെ ഖുറാൻ ക്ലാസ്, ഖുറാൻ അള്ളാഹുവിനെ കുറിച്ചിട്ട് ഉള്ള സംസാരത്തിലാണ് ഉള്ളത്. അപ്പൊ ഏഞ്ചൽസ് നോട്ട് ചെയ്യും. ഹൗ ഡു യു ഫീൽ? നിങ്ങൾ പ്രിൻസിപ്പളിന്റെ മുമ്പിൽ, സ്കൂളിലെ പ്രിൻസിപ്പളിന് പ്രൈസ് കിട്ടുന്ന ഫീലിംഗ് എങ്ങനെ ഉണ്ടാവും? എല്ലാ സ്റ്റുഡൻസിന്റെ മുമ്പിൽ ഹാപ്പിനോ? പ്രൗഡ് ഫീലിംഗ്. അതേപോലെ തന്നെ നിങ്ങൾ ഏത് ഖുറാൻ ക്ലാസ് ആയിക്കോട്ടെ, ഓക്കെ, അള്ളാഹുവിനെ കുറിച്ചിട്ട് സംസാരിക്കുന്ന ഏത് ക്ലാസ്സിലും അള്ളാഹു സുബ്ഹാനഹു തആല ഏഞ്ചൽസിനോട് മെൻഷൻ ചെയ്യും. ഇപ്പൊ ടീച്ചറിന്റെ പേര് ഫാത്തിമ അല്ലെ? അപ്പൊ അവര് പറയും, ഓക്കെ, ഡോട്ടർ ഓഫ് സോ ആൻഡ് സോ, അതായത് ഗാലിബ് എന്ന് പറയുന്ന ആളെ മകൾ അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഏഞ്ചൽസ് അവിടെ നമ്മളെ പേര് നോട്ട് ചെയ്ത് വെക്കും. നമ്മൾ ഓരോ കാര്യങ്ങളും അള്ളാഹുവിനോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഫോർഗിവ്നെസ് കിട്ടും. മനസ്സിലായി? നമ്മൾ എന്തെങ്കിലും സ്മോൾ തിങ്സ്, ബാഡ് തിങ്സോ അറിയാണ്ട് ചെയ്തു പോയ തെറ്റുകളെല്ലാം ഉണ്ടാവും അല്ലെ? അപ്പൊ അതെല്ലാം അള്ളാഹു നമുക്ക് പൊരുത്തപ്പെടും. മനസ്സിലായോ? സോ അള്ളാഹു സുബ്ഹാനഹു തആല, സോ ദിസ് ഇസ് എ ബ്ലെസ്ഡ് എൻവയൺമെന്റ്. ഓക്കെ, നമ്മൾ പാട്ടും ഡാൻസും ഒന്നുമല്ല നമ്മൾ ഇതാക്കുന്നത്. നമ്മള് അള്ളാഹുവിനെ കുറിച്ചിട്ട് നല്ല നല്ല കാര്യങ്ങൾ സംസാരിക്കുന്നതുകൊണ്ട് എപ്പോഴും അതിന്റെ ഏഞ്ചൽസ് എല്ലാം ഉണ്ട്. ഇപ്പോ നമ്മൾ എവിടെയാണോ അള്ളാഹിന്റെ കാര്യം സംസാരിക്കുന്നത് അവിടെ ഏഞ്ചൽസ് എത്തുന്നാ പറയുന്നത്, ആ മജ്ലിസില്, ആ സറൗണ്ടിങ്ങില്. സോ റിമെമ്പർ, ഏഞ്ചൽസ് ആർ ലിസണിങ് ഓൾസോ അവർ ടോക്സ്. മനസ്സിലായോ? ഇൻഷാ അല്ലാഹ്. സോ ഇനെന്താ ഡൗട്ട്സ് ഉള്ളേ? ഡൗട്ട് ഒന്നും ഇല്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? യു വാണ്ട് ടു നോ സംതിങ് എൽസ്, സംതിങ്, എനിത്തിങ്? കഴിഞ്ഞ ക്ലാസ്സിൽ റെക്കോർഡിംഗ് ടീച്ചർ അയച്ചുതരാ. അതില് അള്ളാഹുവിനെ നമ്മള് ഇതിനെ കുറിച്ചെല്ലാം സംസാരിക്കുന്നുണ്ട്. വി ആർ സ്പീക്കിംഗ് അബൌട്ട് ഇസ്ലാം കാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങളെ കുറിച്ച് ചെറിയൊരു ഡീറ്റെയിൽഡ് ക്ലാസ് അവിടെ ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ഞാൻ ഇന്ന് സെൻഡ് ആക്കി തരാം. നിങ്ങൾ കേൾക്കണം. ഓക്കെ, യു ഹാവ് ടു ലിസൺ. ഓക്കെ. പിന്നെ 9:45 വരെയാണ് ഫസ്റ്റ് അവർ. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് കുറച്ച് മോട്ടിവേഷൻ കാര്യങ്ങൾ പറഞ്ഞത് കാരണം അടുത്ത സെഷനിൽ, അതായത് പാർട്ട് 2 വരുമ്പോൾ നമുക്ക് ഖുറാന്റെ സ്റ്റാർട്ടിങ് ഓഫ് ദ ലെറ്റേഴ്സ് ചെയ്യാം. ഓക്കെ, ഇൻഷാല്ലാ. സോ ഡു യു ഹാവ് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടാ എല്ലാവർക്കും? അടി കൂടുന്ന ഫ്രണ്ട്സാ? നല്ല ഫ്രണ്ട്സാ? സ്വീറ്റ് ഫ്രണ്ട്സാ? യെസ്. നല്ല കുട്ടികള്, നല്ല കൂട്ടുകാർ നമ്മളെ സ്വർഗത്തിൽ എത്തിക്കും എന്ന് പറയും. ബാഡ് ഫ്രണ്ട്സ് നമ്മളെ നരകത്തിൽ എത്തിക്കും. അങ്ങനെ ഉണ്ട്. മനസ്സിലായ? നമ്മൾ ബാഡ് ആയിട്ട് നമുക്ക് നമ്മളിപ്പോ എടാ നമുക്ക് നിസ്കരിക്കാൻ പോണ്ടേ, അങ്ങനെ പറയുന്ന ഫ്രണ്ട്സ് ഉണ്ടോ നിങ്ങൾക്ക്? ഒത്തിരി ഉണ്ട്. അങ്ങനെയാണ് ഗുഡ് ഫ്രണ്ട്സ്. അതാണ് ഗുഡ് ഫ്രണ്ട്സ്. ചില ആൾക്കാർ പറയും, ഏയ് വേണ്ട, നമുക്ക് പിന്നെ നിസ്കരിക്കാം, ഇപ്പൊ വേണ്ട വാ നമുക്ക് പോയി സിനിമ കാണാന്ന് പറയും. അത് ബാഡ് ഫ്രണ്ട്സ്, ബാഡ് കൂട്ടുകെട്ടാന്നത് കേട്ടാ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് നമ്മൾ ഏത് ഫ്രണ്ടിനെയാണ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഗേൾസ് ആയിക്കോട്ടെ ബോയ്സ് ആയിക്കോട്ടെ, വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ടൈപ്പ് ഓഫ് ഫ്രണ്ട്സ് യു ചൂസ്. ഫ്രണ്ട് നിങ്ങളുടെ ലൈഫ് നല്ലതാക്കും, ചില ഫ്രണ്ട്സ് നമ്മുടെ ലൈഫ് മോശമാക്കും. ഓക്കെ, നിങ്ങൾ ബാഡ് പറയുന്ന കുട്ടികളുടെ അടുത്ത് നിൽക്കാൻ പാടില്ല. അതായത് നിൽക്കണ്ടെന്നല്ല, ഒരു ഡിസ്റ്റൻസ് വെക്കാന്, കൂടുതൽ ക്ലോസ് ആവാൻ നിൽക്കണ്ട. മനസ്സിലായ? ഇപ്പൊ ടീച്ചറിനെ നിങ്ങൾക്ക്, ഐ ഡോണ്ട് നോ ഇഫ് യു അണ്ടർസ്റ്റുഡ് വാട്ട് ഐ മീൻ, ബട്ട് ഐ എം ടെല്ലിങ്, നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് കൂടുതൽ നമ്മളെ ഫാമിലി മാറ്റേഴ്സ് ഒന്നും ഷെയർ ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ, നല്ലതാണ്, ബട്ട് നമ്മൾ എപ്പോഴും അതൊന്നും മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാം. ഡോണ്ട് ടോക്ക് ബാഡ് അബൌട്ട് യുവർ ഫാമിലി ടു എനി ഓഫ് യുവർ ഫ്രണ്ട്സ്. നല്ല കാര്യങ്ങൾ പറഞ്ഞോ, പക്ഷെ നമുക്ക് ചിലപ്പോൾ വിഷമത്തോട് നമ്മളിങ്ങനെ പറയൂല, എടാ എന്റെ ഉമ്മ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത്, ഇങ്ങനെ ചിലപ്പോൾ പറഞ്ഞു പോവും അല്ലെ? അപ്പൊ അത് ഐ എം ടെല്ലിങ്, നെവർ എവർ ടോക്ക് എനിത്തിങ് ബാഡ് അബൌട്ട് യുവർ ഫാമിലി ടു യുവർ ഫ്രണ്ട്സ്. ഈ കുട്ടികൾ നിങ്ങൾക്ക് പിന്നീട് പണി തരും. മനസ്സിലായ? ഓക്കെ, അപ്പൊ ഐ എം ടെല്ലിങ് അബൌട്ട് ദോസ് ഹു ആർ കുറച്ചും കൂടി വലിയ കുട്ടികൾ ഉണ്ടാവും ഇവിടെ, 13-14 ഇയേഴ്സുള്ള. നമ്മളെല്ലാം നമ്മൾ പഠിക്കണം. ഗുഡ് തിങ്സ്. ഗുഡ് തിങ്സ് പറയാലോ. ഓക്കെ, എന്താ ഹദീജ, ഡൗട്ട് ഉണ്ടാ? ഗുഡ് തിങ്സ് പറയാം, അത് പ്രശ്നമൊന്നുമില്ല. ബാഡ് തിങ്സ് ഒന്നുമില്ല, നമ്മൾ സീക്രട്ട് നമ്മളെ ഫാമിലി മാത്രം അറിഞ്ഞാൽ മതി അല്ലെ? എന്തിനാ നമ്മളെ ഫാമിലിന്റെ കാര്യം വേറെ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത്?
അല്ലേ? അപ്പോ അതുകൊണ്ട് ടീച്ചർ പറയുന്നതാണ്. ഞാൻ ടീച്ചറിന്റെ ഉണ്ട് 4 കിഡ്സ് ഉണ്ട്. മൂത്ത ആള് 10 years 11 years, സെക്കൻഡ് പേഴ്സൺ ഇസ് 9 years, തേർഡ് ഇസ് 6 years, ഫോർത്ത് ചൈൽഡ് ഇസ് 2 years. ടീച്ചർ എപ്പോഴും അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. മനസ്സിലായോ? അപ്പോ നല്ല ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യണം. ഓക്കെ, സോ ഇൻഷാല്ല നെക്സ്റ്റ് സെഷനിൽ വിൽ സ്റ്റാർട്ട് വിത്ത് ദ ലെറ്റേഴ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു 28 ലെറ്റേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? 28 ലെറ്റേഴ്സ്. 28 ലെറ്റേഴ്സിൽ ഐ വാണ്ട് യു ടു റിപ്പീറ്റ് വിത്ത് മീ. അപ്പൊ ഇവിടെ ജസ്റ്റ് ഒന്ന് ടീച്ചർ പറഞ്ഞ ഗ്രീൻ കളർ ബോക്സിൽ പാഠത്തിന്റെ നമ്പർ ആയിരിക്കും. അദ്ദർസുൽ അവൽ, ഫസ്റ്റ് ലെസൺ. ഓക്കെ, നോക്ക് ഇവിടെ നമ്മൾ ഈ പാഠത്തിന്റെ പേരിലൊന്നും അത്ര ഫോക്കസ് ചെയ്യണ്ട. ഡോണ്ട് വറി. ഓക്കെ, ജസ്റ്റ് ഫോക്കസ് ഓൺ ദ ലെറ്റേഴ്സ്. ടീച്ചർ എന്താ പഠിപ്പിക്കുന്നത് അതൊന്ന് നല്ലോണം ഫോക്കസ് ചെയ്യും. അദ്ദർസുൽ അവൽ ഹുറൂഫുൽ ഹിജാഇൽ മുഫ്രദ, അതായത് സിംഗിൾ ആൽഫബറ്റിക്കൽ ലെറ്റേഴ്സ്. സിംഗിൾ അല്ലേ? സിംഗിൾ എന്ന് പറഞ്ഞാൽ ഒന്ന്. ക്യാൻ യു സീ സിംഗിൾ ലെറ്റേഴ്സ്? യെസ് ഓർ നോ? ഓരോ ബോക്സ് ഒരു ലെറ്റർ അല്ലേ ഉള്ളത് അല്ലേ? അതുകൊണ്ടാണ് ഇവിടെ സിംഗിൾ ആൽഫബറ്റിക്കൽ ലെറ്റേഴ്സ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ലെറ്റേഴ്സിന്റെ പ്രൊണൗൺസിയേഷന് കറക്റ്റ് ആവണം. എന്നാലാണ് ഖുറാൻ ഓതുമ്പോ തെറ്റില്ലാണ്ട് ഓതാൻ പറ്റുള്ളൂ. മനസ്സിലായോ മക്കളെ? യെസ് ഓർ നോ? എന്താ ടീച്ചർ പറഞ്ഞേ? ഇപ്പൊ എന്താ പറഞ്ഞ ടീച്ചർ? പ്രൊനൗൺസിയേഷൻ ഓതാൻ പറ്റുന്നുള്ളൂ. തെറ്റിയിട്ട് ഓതിയാൽ എന്താണ്ടാവും? എന്തോം പോലെ ഉണ്ടാവും കേൾക്കാന്, രസം ഉണ്ടാവില്ല അല്ലെ? അപ്പൊ നമുക്ക് നല്ല റീഡിങ്ങിലേക്ക് വരണം അല്ലെ? അതും കൂടി ടീച്ചർ ഈ കോഴ്സിൽ കുറച്ച് ഫോക്കസ് ആക്കുന്നുണ്ട്. ഓക്കെ, ഐ ഡോണ്ട് നോ ചെറിയ കുട്ടികൾ ഉള്ളതുകൊണ്ട് എത്രത്തോളം നിങ്ങൾക്ക് അത് ക്ലാരിറ്റി വരുന്നുള്ള കാര്യം അറിയില്ല. ബട്ട് ഐ ട്രൈ മൈ ബെസ്റ്റ്. ഓക്കെ, നമുക്കൊരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്തൂടെ? ഈ നിങ്ങളെല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാ? ചായ കുടിച്ചോ? കഴിച്ചു. ഒരു 5 മിനിറ്റ് ബ്രേക്ക്. നിങ്ങൾക്ക് ടോയ്ലറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളം കുടിക്കണേ വരാം. നമ്മൾ 9:50 നെക്സ്റ്റ് സെഷൻ തുടങ്ങാം കേട്ടോ. 9:50 9:50. ഓക്കെ, ഓക്കെ. നിങ്ങള് സൂം ലീവ് ചെയ്യണമെന്നില്ല മക്കളെ. നിങ്ങൾക്ക് അവിടെ ജസ്റ്റ് ക്യാമറ ഓഫ് ആക്കിയിട്ട് 5 മിനിറ്റ് അതിൽ ജോയിൻ ചെയ്താൽ മതി. ഓഫ് ആക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഓക്കെ. വെയിറ്റ്. ഓക്കെ,